വട്ടിയൂർക്കാവ് ഞങ്ങൾ എടുക്കുക എന്ന ബി.ജെ.പിയുടെ ഫ്ലക്സ് അതിന് കുറച്ച് പൊളിക്കും എന്ന് LDF പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ LDF-ഉം UDF-ഉം ഒക്കെ ചേർന്ന് വട്ടിയൂർക്കാവിനെ ഒരു രാഷ്ട്രീയ മാമാങ്കത്തിന്റെ പൊളിറ്റിക്കൽ ക്ലാസിക്കൽ ലെവലിലേക്ക് എത്തുന്നു. അത് വേറെ ലെവൽ. SK അങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ചന്ദ്രനിലേക്ക് പോയി. അതെ, SK കൊടികൾ വിളയുന്ന നാട്. അതെ അതെ, നമുക്ക് തോന്നും SK ഇപ്പൊ ചന്ദ്രനിൽ പോയിരിക്കുന്ന എല്ലായിടവും നോക്കുമ്പോൾ കൊടികൾ മാത്രമേ കാണുന്നുള്ളൂ. അതെ, നിറങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. കോഴിക്കോട് നവ്യ ഹരിദാസിന്റെ വാഹന പ്രചരണം നേരത്തെ പറഞ്ഞൊരു വാക്ക് PCR നമ്മളെ ഓർമ്മിച്ചു. വിടാൻ പറ്റത്തില്ല. അതിനിടയ്ക്ക് എന്തൊക്കെയോ പുകയുന്നുണ്ട്. ഇവിടെയല്ല, നമ്മുടെ സ്ക്രീനിൽ എന്തൊക്കെയോ പുകയുന്നുണ്ട്. ആവേശം കത്തിപ്പടരുന്നു പ്രിയപ്പെട്ടവരെ. ഇനിയിപ്പോ ഏതാണ്ട് മണിക്കൂർ ചിത്രമാണ് കാണുന്നത്. അതുപോലെ R ശ്രീലേഖയുടെ ചിത്രം നമ്മൾ കാണുന്നില്ല അല്ലേ? ഓരോ വണ്ടിക്കകത്ത് ഓരോ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഏത് പാർട്ടി നേതാവാണ് ക്രെയിനിൽ കയറുന്നത് എന്ന ആവേശത്തോടെ നമ്മൾ നോക്കി നിൽക്കുക അല്ലേ? എല്ലാവരും ദൃശ്യമാണ്. ടൈസൺ മാസ്റ്ററെയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ടൈസൺ മാസ്റ്റർ ടൈസൺ മാസ്റ്റർ ചെറിയൊരു തോന്നുന്നു, വെള്ളം കുടിക്കുന്നുണ്ട്. ഞാനിത് വേറെ ലെവൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ടൈസൺ മാസ്റ്ററും VD സതീശനും തമ്മിൽ പരവൂരിൽ കടുത്ത ഏറ്റുമുട്ടുന്നു. SK അടിച്ചു പൊളിച്ച് ആവേശം അതിന്റെ പരകോടിയിലേക്ക് വരികയാണ്. SK നേരത്തെ ചന്ദ്രനിലോട്ട് പേരൂർക്കടയിലെ സംഘർഷത്തിന്റെ കാരണം നമ്മുടെ ശ്രീജിത്ത് അറിയിക്കുന്നുണ്ട്. അവിടെ ഒരു ബലൂൺ പൊട്ടി പോലീസ് ഇടപെട്ടു. അവിടെ ചിലപ്പം അടി വീഴാനുള്ള സാധ്യതയുണ്ട്. അടി വീഴരുത്. നല്ല താളബോധത്തിൽ കൊട്ടിക്കയറുമ്പോഴാണ് പോലീസ് ഇടപെടേണ്ടി വരുന്നത്. ഈ പേരൂർക്കടയിൽ ബലൂൺ പൊട്ടിയതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായത്. പോലീസ് ഇടപെട്ടു. അവിടെ രംഗം ശാന്തമായി. മലപ്പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് ഇടപെടേണ്ട സാഹചര്യമില്ല. അവിടെ ആവേശം അണപൊട്ടുന്ന ആവേശം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകില്ല എന്ന് നമ്മൾ കരുതുന്നു. നമ്മുടെ ഡാൻസ് അവിടെ കണ്ടെന്ന് തോന്നുന്നു. അതാണ് ഒരിടത്ത് ഡാൻസ്, ഒരിടത്ത് ഒരു ബലൂൺ പൊട്ടിയ സംഘർഷം ഉണ്ടാവും. അതൊക്കെ ശരിയാവും. മാത്രമല്ല ആരുടെയെങ്കിലും ഒരു പാർട്ടിക്കാരന്റെ ബലൂൺ ആയിരിക്കും പൊട്ടിയത്. പ്രകോപനം അധികാരി അവിടെ ആർമാദിക്കുന്നു എന്നാണ് നമ്മുടെ PCR പറയുന്നത്. പാലക്കാടിന്റെ ആകാശം, പാലക്കാടിന്റെ ആകാശ കാഴ്ച, ആവേശ കാഴ്ച. പാലക്കാട് ഒഴുകി വരുന്നു. അതെ, ആയിരങ്ങൾ ശതകോടികളായി ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന, ശതകോടിയൊന്നുമില്ല, അത്രയൊന്നുമില്ല, അങ്ങനെ ഒഴുകിയെത്തുന്ന ആവേശ കാഴ്ച. ആവേശം വന്നു. അവിടെ ഒരു വാഹനത്തിന്റെ പിന്നിൽ ബൈക്കുകൾ 1 അല്ല 2 അല്ല 3 അല്ല 100 അല്ല 200 അല്ല 500 അല്ല 10,500 ബൈക്കുകളിൽ കുറെ അധികം ആളുകൾ അങ്ങനെ നഗരവീതിയിലേക്ക് ആടി. അവിടെ അതിനിടെ കയ്യാങ്കളി വേണ്ട, ഇവിടെ കയ്യാങ്കളി വേണ്ട. പാർട്ടിക്കാരെ ദയവായി ശാന്തരാകൂ. മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യമാണ്. മലപ്പുറത്ത് പോലീസിന് നല്ല ജോലിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. മലപ്പുറത്ത് സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പോലീസ് പെടാപ്പാട് വിടുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകരെ കാണുന്നത്. ജനാധിപത്യ ഉത്സവത്തിൻ്റെ സൗന്ദര്യം കെടുത്തല്ലേ പ്രിയപ്പെട്ട മക്കളെ. നിങ്ങൾ ശാന്തരാകൂ. ഇതിൻ്റെ ആവേശം തല്ലി കെടുത്തരുത്. ആവേശം അണപൊട്ടി വരുന്ന സമയത്താണ് ഈ മലപ്പുറത്ത് നിന്നുള്ള ചെറിയ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. നമ്മൾ തല്ലണ്ട, നമ്മൾ വോട്ട് ചെയ്താൽ മതി. മറ്റന്നാളാണ് വോട്ട് ചെയ്യേണ്ടത്. വോട്ട് ചെയ്യാൻ നമ്മളൊക്കെ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ശാന്തമാക്കുക. പോലീസിന്റെ പക്കൽ ലാത്തി ഉണ്ട്, പക്ഷേ ലാത്തി കൊണ്ട് പ്രയോഗം നടത്തിയാൽ അത് കൈവിട്ടു പോകും. അത് വേണ്ട, ലാത്തി വേണ്ട, തല്ല് വേണ്ട, ഒന്നും വേണ്ട, സമാധാനം മതി. ഓം ശാന്തി ശാന്തി ശാന്തി, സമാധാനം മതി. അതിന്റെ ആംബിയൻസ് നോക്കിയാൽ അവിടെ എത്രമാത്രം കളി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ആംബിയൻസ് PCR നമ്മുടെ പെൺകരുത്തിന് കരുത്തേക്കാം. KSRTC ബസ്സുകളിൽ ഇനി എവിടെയും സൗകര്യമായി യാത്ര ചെയ്യാം. കലാശക്കൊട്ടിനിടയിൽ ചെറിയ കയ്യാങ്കളി, അവിടെ ഇപ്പോഴും അത് ചെറിയ കയ്യാങ്കളിയാണ്. ചെറിയ കയ്യാങ്കളി നിൽക്കട്ടെ. അത് പിടിവിട്ട് പോയാൽ അത് ആർക്കും നല്ലതാവില്ല. അവിടെ എന്താണ് പ്രശ്നം എന്നറിയില്ല. കാര്യം ഇവിടെയൊക്കെ വലിയ ആവേശമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടന്നുകൊണ്ട് ചെറുപ്പക്കാർ പിള്ളേരാണ്. അരുത് മക്കളെ, അരുത്, വേണ്ട, തല്ല് വേണ്ട, വോട്ട് മതി. ഈ അസമാധാനം നല്ലതിനല്ല. അസമാധാനം വേണ്ട, സമാധാനം മാത്രം മതി. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ താനൂരും തവനൂരൊക്കെ പോയപ്പോഴേക്കും, അവിടെ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേക്കും അതിശക്തമായ രാഷ്ട്രീയ വാക്പോരുള്ളപ്പോഴും മുതിർന്നവർക്കിടയിൽ നല്ല സൗഹൃദം, നല്ല ക്വാളിറ്റിയുള്ള സൗഹൃദം അവർ വെച്ചുകൊടുത്ത് കണ്ടവരാണ്. ചെറുപ്പക്കാർക്ക്, പുതുബാല്യക്കാർക്ക് അത്ര പിടിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആ വാക്പോരിനപ്പുറത്തെ കാര്യങ്ങൾ പോകാതിരിക്കുന്നതാണ് ഭംഗി. അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും കേരളത്തിലുടനീളം ഇനിയിപ്പോൾ ഒറ്റ മണിക്കൂർ, ഒരേ ഒരു മണിക്കൂർ, 6 മണിക്കാണ് ആ പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീഴുക. കഴിഞ്ഞ 10-23 ദിവസം കണ്ട സമാനതകളില്ലാത്ത പ്രചരണത്തിന്റെ അടുത്ത ഒറ്റ മണിക്കൂറിൽ ആവേശം കൊട്ടിക്കയറി അങ്ങനെ അവസാനിക്കുകയാണ്. അതിന്റെ മുന്നോടിയായുള്ള കൂട്ടപ്പൊരിച്ചിൽ പ്രേക്ഷകർ കാണുകയാണ് അവിടെ പേരൂർക്കടയിൽ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.